കോഴിക്കോട് കോംട്രസ്റ്റ് ഭൂമി തർക്കം കോടതിയിൽ നിലനിൽക്കെ തർക്കഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകി കോർപ്പറേഷൻ വിവാദത്തിൽ. നിലവിൽ ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ഭൂമിയിലാണ് കെട്ടിട നിർമ്മാണത്തിന് കോർപ്പറേഷൻ അനുമതി നൽകിയത്. സംഭവത്തിൽ സമരം കടുപ്പിക്കാനാണ് തൊഴിലാളികളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും തീരുമാനം. വിവാദവും തർക്കവും നിലനിൽക്കുന്ന കോംട്രസ്റ്റ് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയ കോർപ്പറേഷന്റെ നടപടിയാണ് വിവാദത്തിലായത്. നിലവിൽ ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ഭൂമിയിലാണ് കെട്ടിട നിർമ്മാണത്തിന് കോർപ്പറേഷൻ അനുമതി നൽകിക്കളഞ്ഞത്. സംഭവത്തിൽ സമരം കടുപ്പിക്കാനാണ് തൊഴിലാളികളുടെയും കോൺഗ്രസിന്റെയും തീരുമാനം. വിദേശ മിഷണറിമാർ 19-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ബ്രാൻഡഡ് വസ്ത്രനിർമ്മാണ കമ്പനിയായ കോംട്രസ്റ്റ് 2009-ൽ അടച്ചുപൂട്ടിയത് മുതൽ തുടങ്ങിയതാണ് കമ്പനി ഭൂമി കൈക്കലാക്കാനുള്ള നീക്കങ്ങളും ഇതിനെതിരായുള്ള സമരങ്ങളും. തർക്കങ്ങൾക്കൊടുവിൽ 4 ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ ഇറക്കിയെങ്കിലും അതിനോടകം കമ്പനിയിൽ നിന്ന് ഭൂമി വാങ്ങിയ വ്യവസായികൾ കോടതിയിൽ പോയി. നഷ്ടപ്പെട്ട തൊഴിലും ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികളും കോടതി കയറിയതോടെ നിയമക്കുരുക്കായി. എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിൽ ഏവരും പ്രതീക്ഷയർപ്പിച്ചു നിൽക്കവെയാണ് പ്രമുഖ വ്യവസായി കൈവശം വെക്കുന്ന 26 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് കോർപ്പറേഷൻ അനുമതി നൽകിയത്. ഈ അനുമതിയുടെ പിൻബലത്തിൽ വൈദ്യുതി കണക്ഷനും കിട്ടി. ഇതിന് പരിസരത്ത് പേ പാർക്കിംഗ് നൽകിയ അനുമതിയും കോടതി അലക്ഷ്യമെന്നാണ് ആരോപണം. നവകേരള സദസ്സിലടക്കം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നിൽ തൊഴുകൈയോടെ പോയ തൊഴിലാളികൾ കോർപ്പറേഷൻ നടപടിക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. എന്നാൽ കോംട്രസ്റ്റിൽ നിന്ന് ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയതിന്റെ രേഖകളും വില്ലേജിൽ നിന്നുള്ള അനുമതിയും അടിസ്ഥാനമാക്കിയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതിയും കെട്ടിട നമ്പറും നൽകിയതെന്ന് കോർപ്പറേഷൻ വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വിഷയത്തിന്റെ രൂക്ഷമായ തർക്കവും നടന്നിരുന്നു. വിവാദത്തിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കുവാനായി മാധ്യമങ്ങളെ കാണുമെന്ന് കെട്ടിടം നിർമ്മിച്ച വ്യവസായ ഗ്രൂപ്പും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.